പറയുന്നോണ്ട് അമ്മയ്ക്ക് വിഷമമൊന്നും തോന്നരുത്. ഞാനിവിടുന്ന് ഇറങ്ങാൻ പോവാ. കയറിക്കിടക്കാൻ വേറെ സ്ഥലമൊന്നും ഇല്ലാത്തവരൊന്നുമല്ല ഞാനും എൻ്റെ അമ്മയും. നിങ്ങളെയൊക്കെ സ്നേഹിച്ചു പോയി. അതിൻ്റെ പേരില ഈ അപമാനം മുഴുവനും ഞാനും എൻ്റെ അമ്മയും സഹിക്കേണ്ടി വരുന്നത്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോന്റെ പ്രയാസം. എന്ത് ചെയ്യാനാ മോനെ? അവൾ ഇത്രയും ദുഷ്ടത്തരം കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ അമ്മയെ കുറ്റം പറയും. അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ പ്രാധാന്യം അമ്മ കൊടുത്തു. ആരാ അവര്? എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ഒരാള്. സുധിസാറിന്റെ കൂടെ ഒരു ദിവസം പോലും താമസിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ലെന്ന് ഓർക്കണം. എന്നിട്ടും അവർ ഈ വീടിന്റെ ഓണറെ ഭരിക്കാൻ തുടങ്ങി. ശരിയാ മോൻ പറഞ്ഞത്. അന്നേ അവളെ അടിച്ചിറക്കണമായിരുന്നു. അന്നത് തോന്നാതിരുന്നത് മണ്ടത്തരായിപ്പോയി. ഇനിയിപ്പോ ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടൊന്നും കാര്യമില്ലമ്മേ. കഴിഞ്ഞത് കഴിഞ്ഞു. അനുഭവിക്കാനുള്ളത് അനുഭവിച്ചല്ലേ പറ്റൂ. ഈ വീട് ഒരു മുങ്ങിത്താഴുന്ന കപ്പലാമ്മേ. ഇതിന്ന് എത്രയും പെട്ടെന്ന് ചാടി രക്ഷപ്പെടാനാ എന്റെ ശ്രമം. ഞാനും അമ്മയും ഇന്ന് തന്നെ പോവും. പോയാ പിന്നെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. അപ്പൊ കല്യാണം? കല്യാണമൊക്കെ നടക്കും. ഞാൻ വാക്ക് മാറ്റുന്ന ഒരുത്തനല്ല. നിങ്ങൾ ഇവിടുന്ന് പോവാൻ ഞാൻ സമ്മതിക്കില്ല. ഇറങ്ങിപ്പോവാൻ അവൾ എന്നോട് അമ്മയോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞില്ലേ അമ്മേ? അനുസരിച്ചില്ലെങ്കിൽ അവൾ അടിച്ചിറങ്ങും. എന്തിനാ അമ്മേ അതിനുള്ള അവസരം അവൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്? അവൾ അങ്ങനെ ചെയ്ത നമ്മൾ എല്ലാവരും ഇറങ്ങും. മനോഹരേട്ടൻ അടക്കം എല്ലാവരും. അങ്ങനെ ഇപ്പൊ അവള് നിഗളിക്കണ്ട. മോന്റെ അമ്മ എങ്ങോട്ടും പോവില്ല. അത് ഞാൻ തടഞ്ഞോളാം. അറിയാലോ, നിന്നെ ഇറക്കി വിട്ടപ്പോ നമ്മൾ പ്രയോഗിച്ച ആ തന്ത്രം അത് തന്നെ ഇത്തവണ നമ്മൾ പ്രയോഗിക്കും. വെറുതെ എങ്ങനെ ഭീഷണിപ്പെടുത്തി താമസിക്കണോ അമ്മേ? അഭിമാനം എന്ന് പറഞ്ഞൊരു സാധനം നമുക്കില്ലേ? ഈ വീട്ടിൽ താമസിക്കാൻ ഒരു അഭിമാനക്കുറവും വേണ്ട മോനെ. ഇതെന്റെ വീടാ. ഇപ്പൊ ഇത് അവളുടെ പേരിലാണെങ്കിലും മനോഹരേട്ടൻ എണീറ്റ ആ ആധാരം റദ്ദാക്കാൻ ഞാൻ വിചാരിച്ചാൽ സാധിക്കും. ധൈര്യമായിട്ടിരിക്കും മോനെ. നിങ്ങൾക്ക് എങ്ങോട്ടും മാറേണ്ടി വരില്ല. ഈ സ്നേഹത്തിന് മുന്നിൽ അമ്മേ ഞാൻ തോറ്റുപോകുന്നു. ഇത് ലാസ്റ്റ് അമ്മേ. ഇനി അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഇൻസൾട്ട് ഉണ്ടായാ ഞാൻ ഇറങ്ങിപ്പോ. അത് വേണ്ടി വരില്ല മോനെ. അവളിനി ഒരിക്കലും അങ്ങനെയൊന്നും പറയില്ല. അതിനുള്ള തീരുമാനം ഞാൻ ഉണ്ടാക്കിക്കോളാം. സാറേ, സാറേ, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തങ്കച്ചീനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കുറെ പറഞ്ഞു, അവര് സാറിനിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതിന് അവർക്ക് ഒരു കാലത്തും സ്വസ്ഥത കിട്ടില്ലെന്ന് ഞാൻ ശപിച്ചു. അത് ഏറ്റമട്ട. എങ്ങനെ? കോംപ്രമൈസിന് അവർ തയ്യാറായി. ഇത് നമ്മൾ കുറെ മുമ്പും കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ സാർ? അതുപോലെ അല്ല സാറേ ഇത്തവണ. മുമ്പ് വിട്ടുവീഴ്ച ചെയ്യാൻ രണ്ടു കൂട്ടിനും തയ്യാറായിരുന്നില്ലല്ലോ. ഇത്തവണ ഏതാണ്ട് അവർ തയ്യാറായ മട്ട. ഇനി തയ്യാറാവേണ്ടത് നമ്മളാ. ഹോസ്പിറ്റലിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറല്ല സ്വാമി. ഹോസ്പിറ്റൽ വിട്ടുകൊടുത്തിട്ടുള്ള ഒരു ഒത്തുതീർപ്പിനും തൽക്കാലം ഞാനില്ല. അതൊക്കെ സംസാരിക്കുക സാറേ. ഇത്തവണ തങ്കച്ചി അതിനൊക്കെ സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നു. എന്തായാലും കോടതി കേസ് നടക്കുകയല്ലേ? കേസൊക്കെ തീരെ എത്ര കാലം എടുക്കും? അത്രയും കാലം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? തങ്കച്ചിക്ക് പറ്റും, കയ്യിൽ കാശുണ്ട്. നമ്മളെപ്പോഴത്തെ കഷ്ടപ്പാടൊക്കെ മാറുന്ന സാറിന് ആഗ്രഹമില്ല. എനിക്ക് ആഗ്രഹമുണ്ട്. അതാണ് കോംപ്രമൈസ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞത്. എന്തൊക്കെയാ പുതിയ വ്യവസ്ഥകൾ? അതൊന്നും സംസാരിച്ചിട്ടില്ല. ആദ്യം വേണ്ടത് സാറിന്റെ സമ്മതമാണല്ലോ. എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല. പക്ഷേ അതിനു മുമ്പ് അക്ഷരയുടെയും നിരഞ്ജനയുടെ അഭിപ്രായം ചോദിക്കണം. അതെന്തിനാണ് സാറേ? അത് വേണം സ്വാമി. അവരുകൂടി ഇടപെട്ടതല്ലേ ഈ കേസിൽ. കോടതിയിൽ കേസ് കൊടുക്കാനും മറ്റും അവരല്ലേ മുൻകൈ എടുത്തത്. അപ്പോൾ എല്ലാ വിവരങ്ങളും അവരെ അറിയിക്കട്ടെ. അവർ സമ്മതിച്ചില്ലെങ്കിലോ? ആദ്യം ഞാനൊന്ന് സംസാരിക്കട്ടെ, പിന്നെയല്ലേ അവർ സമ്മതിക്കുകയില്ലേ എന്നൊക്കെ അറിയുക. എന്തായാലും എല്ലാ വിവരങ്ങളും അവരോട് പറയാം. അല്ലെങ്കിൽ അത് മര്യാദകേടാ സ്വാമി.
എന്താ അത് പറഞ്ഞപ്പോൾ സ്വാമിയുടെ മുഖത്ത് പതിവില്ലാത്തൊരു വാട്ടം. ഒന്നുമില്ല സാറേ, അവരോട് പറയാം. എനിക്ക് സമ്മതമല്ല. തങ്കച്ചിയായിട്ടുള്ള ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറുമല്ല. പ്രശ്നം തീരണ്ട മാഡം. എന്ത് പ്രശ്നം? ഈ വീടിന്റെ കാര്യമാണെങ്കിൽ അത് കോടതി നോക്കുന്നുണ്ട്. കേസ് നടക്കുന്നുണ്ടല്ലോ, അത് കഴിയട്ടെ. അവര് കാണിക്കുന്ന ഉമ്മാക്കികൾ കണ്ട് പേടിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഇതെന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. സ്വത്ത് ഡാഡിയുടേതായതുകൊണ്ട് ഡാഡിക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. മാഡം, ആ തങ്കച്ചി കലി പൂണ്ട് നിൽക്കുക. അവരുടെ വായടപ്പിക്കാനാ സ്ഥലം വിറ്റ് കാശ് കൊടുത്തത്. ആ പണം വിശാലെടുത്ത് കൊണ്ടുപോയി. പണം കിട്ടിയില്ലെങ്കിൽ തങ്കച്ചി ഇങ്ങനെ ഉപദ്രവിച്ചും കൊണ്ടേയിരിക്കും. എന്തിനാ വെറുതെ അങ്ങനെ ഒരു ശല്യം നമ്മൾ സഹിക്കുന്നത്? തങ്കച്ചിയുടെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങി എന്നുള്ളത് നേരല്ല. എന്തായാലും അത് തിരിച്ചു കൊടുക്കും വേണം. ഇത്രയും കാലം പലിശ എത്ര കൊടുത്തു? മുതലിനേക്കാൾ കൂടുതൽ കൊടുത്തില്ലേ? തൽക്കാലം കോടതി ഉത്തരവ് വരട്ടെ. അതുവരെ അങ്ങോട്ട് ചെന്ന് കാല് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അയ്യോ മാഡം, സാറല്ല ഇതിനൊന്നും പോണത്, ഞാനാ പോണത്. എല്ലാം പറഞ്ഞ് ധാരണയിലെത്തും. നമ്മളായി മുൻകൈ എടുത്ത് തീർത്തതായിട്ട് വരില്ല. ഇതിൽ തനിക്ക് എന്താ ലാഭം? ലാഭം? അതെ, ലാഭം. തോൽക്കൂന്ന് ഉറപ്പുള്ളൊരു കേസില് തങ്കച്ചിയെ സഹായിക്കലാണല്ലോ താനിപ്പോ ചെയ്യുന്നത്. അപ്പൊ അതിന് പ്രതിഫലം കിട്ടില്ലേ? എന്നെ അങ്ങനെയാണോ മാഡം കണ്ടിരിക്കുന്നത്? അങ്ങനെ തന്നെയാ കണ്ടിരിക്കുന്നത്. ഡാഡിക്ക് തന്നെ വലിയ വിശ്വാസമായിരിക്കും. അത് ഡാഡിയുടെ വിവരക്കേട്. എനിക്കങ്ങനെയല്ല. താനൊരു പെരുങ്കള്ളന. താൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ കള്ളത്തരത്തിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണ ഈ കോംപ്രമൈസ്. വെറുതെ എന്നെ കുറ്റപ്പെടുത്തേണ്ട മാഡം. ഞാൻ ഈ കുടുംബത്തിന്റെ നന്മ മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഡാഡി അത് വിശ്വസിക്കുമായിരിക്കും, ഞാൻ വിശ്വസിക്കില്ല. ഞാൻ ഡാഡിയോളം മണ്ടിയല്ല. തങ്കച്ചിയായിട്ട് കോംപ്രമൈസ് വേണ്ട. കേസ് നടക്കട്ടെ. ബാക്കി വിധി വന്നതിന് ശേഷം തീരുമാനിക്കാം. പറഞ്ഞു വിട്ടവരോട് തന്നെ പോയി പറഞ്ഞേക്ക്. നീ എന്താ തീരുമാനിച്ചിരിക്കുന്നേ? ഞാൻ പലതും തീരുമാനിച്ചിട്ടുണ്ട്. അതിലേത് തീരുമാനമോ അമ്മയ്ക്ക് അറിയേണ്ടത്? എന്റെ ഭാവിയെക്കുറിച്ച് പറ. ഇനിയുള്ള കാലം ഞാൻ എവിടെ കഴിയും? ഇവിടെ കഴിയണം, എൻ്റെ ഒപ്പം കഴിയണം. എനിക്കത് സമ്മതം അല്ലെങ്കിലോ? എങ്കിൽ അമ്മയ്ക്ക് അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്യാം. നീ ഒരുത്തം കാരണമല്ലേ ഞാൻ ഇങ്ങനെ ആയത്. വഴക്കിനുള്ള പുറപ്പെടാന്ന് എനിക്ക് അതിനൊട്ടും താല്പര്യമില്ല. എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, നീ കാരണമാ എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നത്. അമ്മയ്ക്കിപ്പോ എന്താ വേണ്ടത്? എനിക്ക് കാശ് വേണം. ഏത് കാശ്? എന്റെ സ്ഥലം വിറ്റ കാശ്.